ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. എൻ്റെ കൂടെ എൻ്റെ മകളും പെങ്ങളുടെ മകനും കൂടെ ഉണ്ട്. അപ്പോൾ പിന്നെ ആ കാഴ്ചകൾ നിങ്ങളെയും കാണിക്കാം എന്ന് വെച്ചു. 3-4 വേനൽമഴ പെയ്തതുകൊണ്ട് ഇവിടെ ആകെ നല്ല പച്ചപ്പാണ്. വയലുകളും പാറകളും ചെടികളും മലകളും പിന്നെ ഒരു ചെറിയ ചാറ്റൽ മഴയും. അടിപൊളി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ വിശേഷങ്ങൾ കാണാം. ഈ കാണുന്നത് ഒരു വയലാണ്. കൃഷിയൊന്നും ഇറക്കാത്തൊരു വയൽ. ഈ കാണുന്നത് ഒരു അടിപൊളി മാവാണ്. ഇതിൽ നല്ല മാങ്ങയുണ്ട്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ മാങ്ങയ്ക്ക്. ആ കാണുന്നതും ഒരു മാവാണ്. പക്ഷെ അതിൽ മാങ്ങയൊന്നുമില്ല, അത് മുരടിച്ചു പോയി. പശുക്കളൊക്കെ അതിന്മേൽ കെട്ടിയിട്ട് നശിച്ചു പോയി. ഈ വയലിൽ കൃഷിയൊന്നും ചെയ്യാറില്ല. ഇതിൽ പശുക്കളെയും ആടുകളെയും പോത്തുകളെയും കെട്ടുന്ന സ്ഥലമാണ്. ചതുപ്പ് നിലമാണ്. ഈ സ്ഥലം കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നും ടി എസ്റ്റേറ്റിൻ്റെ ഉള്ളിലുമാണ്. ടി എസ്റ്റേറ്റ് പൂട്ടിക്കിടക്കുന്നതും കൊണ്ട് കാട് പിടിച്ച് കിടക്കുന്നു. നല്ല അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ടടുത്തൊരു വലിയ പാറയുമുണ്ട്. ഈ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ആൾ പുലിയാണ്. ഒരു മരവും ഒഴിവാക്കാറില്ല. എല്ലാത്തിൻ്റെ മുകളിലും വലിഞ്ഞു കയറും. ഈ കാണുന്നത് ഒരു പേരയ്ക്ക മരമാണ്. അതിൽ ചെറിയ ചെറിയ കായ്കൾ മാത്രമേ ഉള്ളൂ, പഴുത്തതൊന്നുമില്ല. അത് പറിക്കാനാണ് അവൻ അതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറിയിരിക്കുന്നത്. ഈ പേരയ്ക്ക മരത്തിൻ്റെ അടിയിൽ നല്ല ചളിയും ചതുപ്പുമാണ്. ഈ വഴി ഇപ്പോൾ പുതിയതായി നിർമ്മിച്ചതാണ്. ഇവിടെ ഒരു ടൗൺഷിപ്പ് വരുന്നുണ്ട്, ചൂരൽമല നിവാസികൾക്ക് വേണ്ടി. ഇതിൻ്റെ തൊട്ട മുകളിലുള്ള സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് ഒരു വലിയ പാറയാണ്. അരേക്കറോളം പരന്നു കിടക്കുന്ന വലിയൊരു പാറ. അടിപൊളിയാണ് ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ. നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ മൈലാടിപ്പാറയും അതുപോലെ തന്നെ ചെമ്പ്ര പീക്കും കൽപ്പറ്റ ബൈപ്പാസും കാണാൻ കഴിയും. ഒരാൾ ഐറ്റിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. പിന്നെ മഴ പെയ്തതുകൊണ്ട് ചെറിയൊരു വഴുക്കലുമുണ്ട്. ശ്രദ്ധിച്ച് വേണം നടക്കാൻ. പിന്നെ ബൈപ്പാസിനോട് അടുത്തായി കിടക്കുന്നത് കൊണ്ട് മദ്യപാനികളുടെ നല്ല ശല്യമുണ്ട്. ഇഷ്ടംപോലെ കുപ്പികളും കുപ്പിച്ചില്ലുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉണ്ട്. ഒരുപാട് എവിടെ നോക്കിയാലും കുപ്പിച്ചില്ലുകൾ എറിഞ്ഞു പൊട്ടിച്ചിരിക്കുകയാണ്. നല്ല മനോഹരമായ സ്ഥലം നശിപ്പിച്ചു കളഞ്ഞു ഇവന്മാർ. ഇവിടം വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ അടിപൊളിയാണ്. ഈ കാണുന്ന മരത്തിലെ പൂക്കൾ കാണാൻ നല്ല അടിപൊളിയാണ്. വെറൈറ്റി പൂവാണ്. ആദ്യമായിട്ട് കാണുകയാണ്.
ഈ കാണുന്നത് ഒരു മുള്ളം പന്നിയുടെ മുള്ളാണ്. ഇഷ്ടംപോലെ മുള്ളം പന്നികളും പന്നികളും അതുപോലെ കാട്ടാടുകളും വല്ലപ്പോഴും മാനിനെയും കാണാം. ആ കാണുന്നതാണ് പുലിക്കുന്ന് മല. അതിൻ്റെ തൊട്ടടുത്ത് പുൽപ്പാറ മലയും ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെയാണ് മണിക്കുന്ന് മല. പിന്നെ ബാക്കിൽ കാണുന്നതാണ് ചെമ്പ്ര പീക്ക്. പിന്നെ ഈ കാണുന്നത് കൽപ്പറ്റ ബൈപ്പാസാണ്. ബൈപ്പാസിനോട് ചേർന്ന് തന്നെയാണ് എൻ്റെ വീടും. ഒരുപാട് വണ്ടികൾ ഇതിൽ കൂടെ ദിവസവും കടന്നു പോകുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പാറയുടെ തുടക്കത്തിലാണ്. നല്ല നീളമുണ്ട് ഈ പാറക്ക്, വീതിയും. ഇതുപോലത്തെ പുല്ലുകളാണ് ഇവിടെ ഏറെയും. അത് നശിച്ച് ഇപ്പോൾ കാട് മൂടി. ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് സർബത്ത് ഉണ്ടാക്കുന്ന നന്നാറി. ഇതിൻ്റെ വേരാണ് നന്നാറി സർബത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് ഒരുപാടുണ്ട് ഇവിടെ. ഇഷ്ടം പോലെ പാറയുടെ സൈഡിൽ ഫുള്ളായിട്ടും ഈ കാണുന്ന സാധനമാണ്. അവിടെ നിന്ന് ഞങ്ങൾ പുതുതായി നിർമ്മിച്ച ഗ്രൗണ്ടിലേക്ക് വന്നു. ഗ്രൗണ്ടായിട്ട് നിർമ്മിച്ചതല്ല, എന്തോ ബിൽഡിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു സ്ഥലമാണ്. ചെടികളൊക്കെ പറിച്ചു നീക്കി ഇതെന്തോ ബിൽഡിംഗ് എന്തോ കെട്ടാനോ മാളോ സൂപ്പർ മാർക്കറ്റോ അങ്ങനെ എന്തോ വരാൻ വേണ്ടി നിർമ്മിച്ചതാണ്. പിന്നീടെന്തോ നിർത്തലാക്കി. നമ്മളിപ്പോൾ നടക്കുന്ന ഈ വഴിയും പുതുതായി നിർമ്മിച്ചതാണ്. ഇവിടെയും കാടുകൾ ഏകദേശം പൊന്തി വന്നിട്ടുണ്ട്. ആദ്യം ഇത് ഫുൾ മട്ടമായി കിടക്കുകയായിരുന്നു. ഒരു ചെടികൾ പോലും ഇല്ലായിരുന്നു. ഈ കാണുന്നത് പോലെ. ഇതേകദേശം 5-10 ഏക്കറോളം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലെ കാറ്റാടി മരങ്ങൾ നിലനിർത്തിക്കൊണ്ട് ചെടികൾ മാത്രം പിഴുതു മാറ്റിയിട്ടുള്ളൂ. ബാക്കിൽ കാണുന്നത് മണിക്കുന്ന് മലയും പുൽപ്പാറ മലയുമാണ്. അങ്ങ് കാണുന്നത് ചെമ്പ്ര മലയും. ഇവിടെ നിന്നാൽ നല്ല വ്യൂ ആണ്. എല്ലാ മലകളും ചുറ്റുപാടും നല്ല മലകളാണ്. ഇത് ഫുള്ളായിട്ട് കാണാം. ഇവിടെ നിന്നാൽ ചെമ്പ്ര പീക്കിൻ്റെ ഫുൾ വ്യൂ കിട്ടും. ആ കാണുന്നത് കുറിച്യർ മലയാണ്. അച്ചൂർ മല എന്നും പറയും. ഇവിടെ നമ്മളെ ചെമ്പ്ര പീക്കും, ഇപ്പുറത്ത് കാണുന്നത് പുൽപ്പാറ മലയും
മണിക്കുന്ന് മലയും പുലിക്കുന്ന് മലയും എല്ലാ മലകളും ഇവിടെ നിന്നാൽ കാണാം. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. മഴ പെയ്തതുകൊണ്ട് അട്ടയുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഈ കാണുന്നത് ലിയോ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് ഭാഗമാണ്. അവിടെയാണ് ഫ്ലവർ ഷോ ഗ്രൗണ്ട്. അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അക്വാ ടണൽ. ആ പരിപാടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാണുന്ന റോഡ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കുള്ള റോഡാണ്. ഫാക്ടറിയിലേക്കും എസ്റ്റേറ്റിലെ പാടികളിലേക്കുമുള്ള റോഡാണ്. ഒരുപാട് പേർ ഇവിടെ താമസമുണ്ട്. ബാക്കിൽ കാണുന്നത് കാട്ടക്കുല്ലിയാണ്. ഇവിടെ കുറച്ച് പോത്തുകൾ കിടക്കുന്നുണ്ട്. അവരെന്തോ കാര്യമായിട്ട് അയവിറക്കുകയാണ്. അവർക്ക് കൂട്ടിനായി കുറച്ച് നായ്ക്കളും പട്ടികളുമുണ്ട്. ഇപ്പോഴും ഇവിടെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ JCBയും ഡ്രൈവർമാരും പണിക്കാരെയും കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നടത്തത്തിലെ വിശേഷങ്ങൾ. എല്ലാവരും ഈ കൊച്ചു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.